ഗൾഫിൽ പോകുന്ന തിരക്കുകളെ കൊണ്ട് സാരി വേഗം എടുക്കുകയാണ്. അവർക്ക് ഭയങ്കര തിരക്കാണ്. കുഞ്ഞാണി, സലാം കുഞ്ഞാണി, തെങ്ങിത്തോട്ടത്തിൽ കുടുംബത്തിലെ 3 കുഞ്ഞാണിമാരിൽ രണ്ടാമൻ സലാം കുഞ്ഞാണി, കമാൺ വേഗം. ഈ മത്സരത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ മത്സരത്തിന് മിക്കവാറും മരുമക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മരുമകരായിട്ട് വന്നവരാണത്. തുടങ്ങാം. തോന്നാളെ കിട്ടുമെന്നാ പറഞ്ഞത്. ഈ കമ്പനിക്കാർ സാരി കൊണ്ടുപോയി. സാരി എവിടെ സാരി? ഇപ്പൊ സാരി എടുക്കൽ മത്സരമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിനെ അവിടെ ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ചൂസ് ചെയ്യണം. നിങ്ങളിപ്പോ അന്നല്ലോ കിടല്ലേ, നിങ്ങൾ തമ്മിൽ ഒരു ജോഡിയാകും. അപ്പൊ ഓക്കെ, എന്നിട്ട് ഒരാളെ എന്ത് ചെയ്യുക, ഉടുപ്പിക്കുക. എന്നിട്ട് ഏറ്റവും മനോഹരമായ സാരി ഉടുത്തത് അവരുണ്ടാവുന്നുണ്ട്. ഏറ്റവും മനോഹരമായി സാരി ഉടുത്തു വന്ന ആളുകളെ തീരുമാനിക്കേണ്ടത് ഓഡിയൻസ് ആണ്. ഓക്കെ, റെഡി? 2 ജോഡിയാകോ വേഗം ജോഡിയാകോ? 2 ഒരു ജോഡിയില്ല. റെഡി? അസുഖം ജോഡിയില്ല. ഒരു സാരി പഠിച്ച ഒരു സാരി ഉണ്ടെങ്കിൽ കൊടുക്കി, ആളുണ്ടെങ്കിൽ. യെസ്, മത്സരം ആരംഭിക്കുന്നു. അസുഖക്കാർക്ക് സാരി ഉടുപ്പിക്കുന്നു. തിരുവമ്പാടി തുടങ്ങാൻ വിസിലടിക്കും. സാരിന്റെ തലയും വാലും ഒക്കെ തപ്പി വെക്കുക. ജോഡിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാൾ ഉടുപ്പിച്ചാൽ മതി. ജോഡിയില്ലാത്തവരുണ്ടോ? നിങ്ങൾ ഉടുപ്പിച്ചോടി. വിസിലടിക്കുമ്പോ റെഡി? ആയില്ല. മത്സരത്തിലെ ഇല്ലാത്തൊരു ഒരാൾ ഞാൻ ജോഡി പഠിപ്പിച്ചോളൂ. അത് ഒരു ജോഡിയിലുണ്ട് കൊണ്ടുപോയി. ആരാ സ്വന്തം എടുക്കുക. അതിനാല് സ്വന്തം എടുക്കണം എന്നുള്ള വാശിക്കാണ് പുരേന്ന് പഠിച്ചു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മത്സരത്തിൽ ചെറിയൊരു മാറ്റം വരുന്നതാണ്. എന്താണ്? സ്വന്തം എടുക്കുകയാണ്. സാരി സ്വന്തം എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സാരി ഇങ്ങനെയൊക്കെ പഠിക്കല്. ഒരു സാരിയുടെ കൊടുക്കി. ഒരു സാരിയുടെ വരുന്നുണ്ട്. യെസ്, സ്വന്തം സാരി എടുത്ത് അങ്ങനെ തന്നെയാണ് കൊടുക്കല് അല്ലേ? എനിക്ക് കിട്ടിയ സാരി അലക്കാത്ത പറ്റില്ല, ഇത് അംഗീകരിക്കൂല. ഒറ്റ സാരി കൂടി. ഒരു സാരി ആരെങ്കിലും ഒന്ന് പഠിക്കും മക്കളെ. ഒരു സാരി ഒരു സാരി അതിൽ തുടങ്ങാനായില്ല. യൂറിയൊക്കെ സെറ്റാക്കി വെച്ചാൽ തുടങ്ങാനായില്ല. പെണ്ണുങ്ങൾ പറഞ്ഞെടുക്കാൻ പാടില്ല. അൽമിനിക്കാർക്കൊക്കെ പറഞ്ഞെടുക്കേണ്ട കാലത്ത് അങ്ങനെ പോയി തീർക്കാനായില്ല. അടുത്ത കളിയാ. ഓക്കെ, റെഡി? മത്സരം ആരംഭിക്കാൻ പോകുന്ന ഒരു സാരി കൂടി വരാനുണ്ട്. സാരിയിലെ ഷോളെങ്കിലും കൊടുക്കി. ഉടുക്കാനായില്ല. സാരി വരുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് 2 കാറ്റഗറി നടത്താം. യെസ്, ആളുകൾക്ക് കൂടുതൽ കാണാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നിങ്ങൾ കരുതി 2 കാറ്റഗറി നടത്താം. നിങ്ങൾ കരുതി നല്ല കാണാൻ പറ്റില്ല. എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ കാണണല്ലോ. നിങ്ങളുടെ വരികളെ 3 4. സാരിയുടെ അഭാവം മൂലം നമ്മൾ 2 കാറ്റഗറി ആയിട്ട് നടത്താണ്. റെഡി? ഓക്കെ, സാരി കിട്ടിയിട്ടുണ്ട്. കിട്ടോ? റെഡി? ഓക്കെ, റെഡി? സാരി ഇതാ വരുന്നുണ്ട്. അന്നങ്ങനെ 2 കാറ്റഗറി ആക്കണ്ട. സാരി എടുത്തൊക്കെ വായിച്ചുകൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് സാരി എടുക്കുന്നവർക്കല്ലേ ഓഡിയൻസ് പറയും. ഓക്കെ, സാരി കിട്ടാതെ 2 കാറ്റഗറി ഇല്ല, ഒറ്റ കാറ്റഗറി ആണത്.
2 കാറ്റഗറിയാക്കി നടത്താം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. അല്ല 10 മിനിറ്റ് പഠിച്ചു 10 മിനിറ്റ് പഠിച്ചു സാരി ഉടുക്കൽ മത്സരം. സാഹസികമായി സാരികളുണ്ട്. ഇതൊക്കെ തെലുങ്ക് സംസ്ഥാനത്തെ സാരികളാണ്, തമിഴ്നാട് സാരികളാണ്. അതേ കാര്യം ഞങ്ങൾ പഠിച്ചിട്ട് ഒരാളുടെ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിസാഹസ്യം അദ്ദേഹത്തിന് എയർപോർട്ടിലേക്ക് പോകാൻ വളരെ വേഗത്തിൽ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കിടേണ്ട ഓഡിയൻസ് ആണ്. ഓക്കെ, സമയം അവസാനിക്കാൻ പോലെ തീരോ അടുത്ത പരിപാടി ഉണ്ടാണോ? റെഡി? അത് വ്യത്യസ്തമായ ഒരു ശൈലിയാണിത്. നേരത്തെ പൊട്ടിച്ചാൽ ശരി. ഓക്കെ, അപ്പൊ മത്സരം പറയുകയാണ്. 2 പേര് സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സാരി ഉടുത്തെന്ന് പറയുന്നതല്ല ശരി, സാരി പൊറച്ചെന്ന് പറയുന്നത് ശരി. ഏതായാലും 3 പേര് നല്ല സോറി ആയിട്ടുള്ള ഒരാളാണ് അല്ലെ, നല്ലൊരു മോളാണ്. മക്കൾ വരെ എടുത്തിട്ടുണ്ട് അല്ലെ, കയ്യോ തങ്ങളൊക്കെ പുറത്താണ്. ഓക്കെ, യെസ്, അവസാനിക്കുന്നു. അവസാനിക്കാൻ പോകുന്നതൊക്കെ കാണുന്നില്ല. അവസാനിക്കാൻ പോകുന്നത് റെഡിയല്ലേ? ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നടന്നു വരും. നിങ്ങൾ മാർക്കിടുക, നിങ്ങൾ വിജയം തീരുമാനിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഓഡിയൻസ് സ്വീകരിക്കുന്നതാണ്. ഓഡിയൻസ് ഒന്ന് മാറി കൊടുക്കണം. നടന്നിറങ്ങും. സുന്ദരന്മാർ സാരി കൊടുത്ത് നടന്നിറങ്ങും. ആ സ്റ്റെപ്പ് ഒന്ന് മാറ്റി. ആ സ്റ്റെപ്പ് മാറിക്കും. സുന്ദരിമാർ നടന്നിറങ്ങി ഓഡിയൻസിന്റെ മാർക്ക് വാങ്ങുന്നതാണ്. ഉൾക്കാതെ കൊടുത്തു പഠിച്ചോളി. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കട്ടെ, ഒരു ഗ്യാപ്പ് പഠിച്ച ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് ഉണ്ടാക്കട്ടെ. ഏറ്റവും നല്ല നടത്തം കൊണ്ട് നിങ്ങൾ നോക്കണം. വേണ്ടി മക്കളെ ഒന്ന് മാറി നോക്കി. മക്കളെ ശരിയല്ലേ? അയ്യൽ എങ്ങനെങ്കിലും വാ. ഓക്കെ, ആദ്യമായിട്ട് റാങ്ക് ബാക്കുമായി സെലിയും കവിതയുടെ ബുദ്ധമാർ. അടുത്തതായിട്ട് മാർക്കും കേട്ടോ, മാർക്കുണ്ട്. അടുത്തതായിട്ട് സൈനുദ്ദീൻ കൊടുവള്ളി റാങ്കുമായി നടന്നിരിക്കുന്നു. ആരും ബാക്കിൽ നോക്കരുത്, മുന്നോക്കെയാണ്. അടുത്തതായിട്ട് സെമിറയൻ റാമ്പിൽ ഒരു വാക്കുമായി ഇറങ്ങുന്നു. മനുഷ്യ മാറുക മക്കളൊക്കെ. അടുത്തത് ഷംസുദ്ദീൻ റാമ്പിൽ നടന്നെത്തുന്നു. അത് തിരുമ്പാടിയുടെ പൊന്നാമൻ അസിരാജ് എങ്ങനെയൊക്കെ സാരി കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള അബ്ദുൽ അസീസ് ഖാൻ റാമുമായി നടന്നു. ഇതേതോ വെല്ലുമേ ശരിയല്ലേ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇനി 4 പേര് കൂടി അണിയറയിൽ സാരി ഉടുക്കൽ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾ മാർക്കിട്ട് വെക്കണം. ആരാണ് ഏറ്റവും കൂടുതൽ നന്നാക്കി ചെയ്തത്? മാർക്ക് ഓഡിയൻസ് പറയും. അവസാനം മത്സരം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, കൈബന്ധിച്ചിട്ട് പറയണം. പേരുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടോ. അങ്ങനെ മാപ്പാർ തോൽക്കരുത്, അങ്ങനെ കൈബന്ധിച്ചോളി. എന്താ മത്സരം മാറി വെക്കുന്നു. സ്റ്റേജിൽ 3 പേർ കൂടി ബാക്കിയുണ്ട്. കുറച്ച് മുന്നോട്ട് കയറി.
ഈ ക്ലാസ് ഒന്ന് പിടിച്ചാൽ നിങ്ങൾ വരി അബ്ബാസിനെ അസുഖായി സാരി റെഡി അസുഖായി ഇവിടെ തന്നെയല്ലോ ഹലോ അസുഖായി റെഡി ഓക്കെ അണിയറയിൽ ഒരുങ്ങുന്നു രണ്ടാം ഭാഗം സാരി എടുക്കൽ യെസ് തുടങ്ങുന്നു റെഡി 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 പതിനെട്ട് കളരി കാശാൻ മുക്കം നസീം സാരി കീറിപ്പറിച്ചു കൊടുക്കുന്നു. ഏത് കരിമ്പാറയും അടിച്ചു കെട്ടിക്കുന്ന സലാം കുഞ്ഞാണി സാരി പറിച്ചെടുക്കുന്നു. അതിസാഹസികമായിട്ട് സാരി എടുക്കൽ മത്സരം ഇത് അവസാനിക്കാൻ പോകുന്നു. ഇരുട്ടിന്റെ മറവിൽ കുതന്ത്രങ്ങളുടെ മറവിൽ അതിഗംഭീരമായ സാരി എടുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. സലാം കുഞ്ഞാണിക്ക് സാരി തികയാതെ വന്നിരിക്കുന്നു. റെഡിയാണ്, വിസടിക്കാൻ പോകുന്നു, അവസാനിക്കുന്നു. ഇനി ഇവരുടെ റാംബ് വാക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഐസമായൊക്കെ ഭർത്താവിനെ മാറിയൊക്കെ സാരി എടുക്കാൻ പറയുന്നത്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആള് മാറിപ്പോയി ഇട്ടത് ഓക്കെ. ഇവരുടെ ഒരു നടത്തം കൂടി ഉണ്ട്. അപ്പൊ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ബാക്കിൽ നിന്ന് സ്റ്റേജ് ഇവിടെ വരെ നടക്കാൻ മതി. ബാക്കിൽ നിന്ന് പോകണം. അതൊക്കെ ഇറക്കിയാലേ ഫുള്ള് കഴിഞ്ഞു. ബാക്ക് അങ്ങനെ പോയിക്കോളി. ഇതൊക്കെ മറക്കി അവിടത്തൊക്കെ പുറത്താ. ആയിക്കോട്ടെ, ഓഡിയൻസ് ഒന്നിരുന്ന് സഹകരിച്ചു കൊടുക്കുക. ഏറ്റവും മനോഹരമായി ഞാൻ പേര് വിളിക്കുന്ന ആള് റാങ്ക് വാക്ക് നടത്തുക, തിരിച്ചു പോവുക, എന്നതിന് ശേഷം മാത്രം അടുത്ത ആൾ തരിക. ഓക്കെ അല്ലേ? അപ്പൊ മുക്കത്തിന്റെ പൊന്നോമന ഇവിടെ വന്നാൽ മതി. എന്നിട്ട് തിരിച്ചാണ് പോകണം. റെഡി? മുക്കത്തിന്റെ പൊന്നോമന സ്പെയർ പാർട്സുകളുടെ രാജകുമാരൻ നസീം മുക്കം ആദ്യമായി റാമ്പിൽ നടക്കുന്നു. രണ്ടാമതായിട്ട് സലാം കുഞ്ഞാണി റാമ്പിൽ ഒരുങ്ങി നടക്കുന്നു. ഞാൻ മാത്രമേ ബാക്ക് കണ്ടു. ഓക്കെ, ഇനി കൂട്ടത്തിൽ ഏറ്റവും ഉള്ളത് ഔക്കുർക്ക റാമ്പിൽ നടക്കില്ല. ആരാണ് ഏറ്റവും കൂടുതൽ ഔക്കുർക്കാണ് തോന്നുന്നത്? ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. ഈ മത്സരാർത്ഥികളുടെ വിജയിയെ തീരുമാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കൈവന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കെ പേര് വിളിക്കുക. ഇതിൽ ഏറ്റവും നന്നാക്കി നടന്നതും ഏറ്റവും നന്നാക്കിയുള്ള സാരി ഒറ്റ മത്സരമാണ്, ഒരു വിജയിയാണ്. നടത്തവും സാരി കൂടി നോക്കിയിട്ട് നിങ്ങൾ ഉറക്കെ പേര് പറയും, അവരാണ് വിജയി. ഓക്കെ ഓക്കെ, റെഡിയാണോ? ചോദിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഇതിനേക്കാൾ ആവേശകരമായ തീറ്റ മത്സരം, അധ്വാനത്തിന് നേട്ടം അടുക്കള ഭാഗത്ത് വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഉടൻ അങ്ങോട്ട് നീങ്ങേണ്ടതാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ അധ്വാനത്തിന്റെ നേട്ടം തീറ്റ മത്സരം. 30 മുകളിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഏറ്റവും മനോഹരമായി സാരി എടുത്തത് ആരാണ്? മകനെ ഉറക്കെ പറയണം. കേൾക്കുന്നില്ല. 2 പേരുകളാണ് ഉറക്കെ കേട്ടുള്ളത്. ഒന്ന് സലീം അളിയനും മറ്റൊന്ന് അബൂബക്കർ എന്നുള്ള ഒരു പേര് കേട്ടിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. നജീബിന് കൂടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് വന്നിട്ട് പേര് പറയാം. നജീബിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സലീം. ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് സാരി എടുത്ത 3 ആളുകൾക്കുള്ള സമ്മാനം നാളെ തരുള്ളൂ. അവരെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അഭിനന്ദിക്കുകയാണ്. ജീവിതത്തില് ഭാര്യമാർക്കൊക്കെ ഒത്തിരി സാരി എടുത്തത് കൊണ്ടായിരിക്കാം ഈ ഇരുട്ടിന്റെ മറവിലും അതിസാഹസികമായിട്ട് സാരി ഒരുപാട് കാലം സൗദിയിൽ എസ്റ്റേറ്റ് ജോലിയുണ്ട്. ഞാൻ സാരി ഉൾപ്പെടെ അപ്പോ താങ്ക് യു അക്കുർക്ക, താങ്ക് യു നജു.
താങ്ക് യു.